Hello everyone, welcome back to Crochet Mama YouTube channel. ഞാൻ ഇന്ന് എൻ്റെ ഒരു സ്മോൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുകയാണ്. ലാസ്റ്റ് വീഡിയോ ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ബോ ആണ്. കുറേ പേര് ചെയ്ത് ഇൻസ്റ്റയിൽ സ്റ്റോറിയും വാട്സപ്പിൽ ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ, എല്ലാവരും മെസ്സേജ് അയച്ചതും പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതും പ്രൊഡക്റ്റ് വാങ്ങാൻ ചോദിക്കുന്നവരുടെയൊക്കെ മെസ്സേജാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഓർഡർ കൺഫേം ചെയ്തതും ക്ലാസ്സിന് കുട്ടികൾ ചേർന്നതൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ എന്നും രാവിലെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതിനുശേഷമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലാസ്സിന് ഗ്രൂപ്പ് ക്ലാസ്സും ഇൻഡിവിജ്വൽ ക്ലാസ്സും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാർച്ച് മാസം ആയതുകൊണ്ട് ഇത് ഈ ഒരു ഗ്രൂപ്പ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുപോലെ ഇൻഡിവിജ്വൽ ക്ലാസ് എന്നും ഉണ്ടാവും, കാരണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുന്നതുകൊണ്ട് ഓരോരുത്തർ ഓരോ ഡേറ്റാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നതും അവർക്ക് ടോപ്പിക്സ് സെൻഡ് ചെയ്യുന്നതും അവരുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഉണ്ടാവും. അത് ഓൾമോസ്റ്റ് ഒരു 1 to 2 hours വരെ രാവിലെ ക്ലാസ് ഉണ്ടാകും. ആക്ച്വലി ക്ലാസ് എന്ന് പറയുന്നത് ഒരു എനർജി ബൂസ്റ്ററാണ് കേട്ടോ. കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നതും അവർ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. രാവിലെ നമുക്ക് ഇന്നത്തെ ഡേക്കുള്ളൊരു എനർജി കിട്ടിയെന്ന് പറയൂലേ, അതുപോലെയാണ് എല്ലാവരുടെ മെസ്സേജും അവരുടെ ചെയ്ത വർക്ക്സിൻ്റെ ഫോട്ടോസ് കാണുന്നതും അവരുടെ വോയിസ് നോട്ട്സ് ഒക്കെ കേൾക്കുന്ന തന്നെ നമുക്ക് രാവിലെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇൻഡിവിജ്വൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നും ഒരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി 215ാമത്തെ കുട്ടിയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇൻഡിവിജ്വൽ ക്ലാസ് മാത്രമായിട്ട്. പിന്നെ ഓരോ ഗ്രൂപ്പ് ക്ലാസ്സിലും ഓരോ ബാച്ചിലും 25 to 30 സ്റ്റുഡൻസിനെയാണ് എടുക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ പുതിയ ബാച്ചിൻ്റെ ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. May 1st അത് വെക്കേഷൻ ക്ലാസ്സും ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ത്രിൽഡാണ്. എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു മാസമായിരുന്നു അത്. ഈ മാസം നോമ്പും കുട്ടികൾക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് കുറേ പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു മാസമായിരുന്നു മാർച്ച് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ബാച്ചും ഫില്ലായിട്ടുണ്ടായിരുന്നു. എനിവേസ് ഇനി പുതിയൊരു ബാച്ചിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. പുതിയ കുട്ടികളും അവരുടെ പുതിയ വർക്ക്സും അവരുടെ ഫീഡ്ബാക്സ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു വെക്കേഷനിൽ ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ് ഓൺലൈൻ ക്ലാസ് മാത്രം ചെയ്യാതെ ഓഫ്ലൈൻ ക്ലാസ് ചെയ്തുകൂടെ എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ഈ ഒരു മാസം, ഈ ഒരു 2 മാസത്തിൽ ഞാൻ എന്തായാലും ആ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാലിക്കറ്റിലാണ് ഓഫ്ലൈൻ ക്ലാസ് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്ക് മാത്രമായിട്ടും. ഒരുപാട് പേര് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും എൻഗേജ്ഡ് ആക്കാനും കുട്ടികൾക്ക് ബേസിക്സ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ക്ലാസ്സും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ക്ലാസ് ഉണ്ട്. അതുപോലെ ബിഗിനേഴ്സ് പഠിക്കണം എന്നുള്ളവർക്കുള്ള ബേസിക് ക്ലാസ്സും അതുപോലെ അഡ്വാൻസ്ഡ് ക്ലാസ്. ഇനി ആർക്കെങ്കിലും ബണ്ണി ചെയ്യണം, ബെയർ ഡോൾ ചെയ്യണം, എലിഫൻറ്റ് ഡോൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം മാത്രമുള്ളവർക്കുള്ള ക്ലാസ്സും എല്ലാം ഞാൻ ഈ ഒരു വെക്കേഷനിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്നതും അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയും വാട്സാപ്പിലൊക്കെ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതിൽ നോക്കി ജോയിൻ ചെയ്തിട്ട് ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം നേരിട്ട് പഠിക്കുന്നതും ഓൺലൈനായിട്ട് പഠിക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഓരോരുത്തരുടെ വർക്ക് മോഡും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് ഏതാണ് പ്രിഫർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ക്ലാസ് ഓൾമോസ്റ്റ് തീർന്നു. 1-2 മണിക്കൂർ പോയതെന്നെ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബണ്ണി ഡോൾ ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ലേറ്റ് ആയി കിടന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഒരു ബണ്ണി ഡോൾ ഞാൻ പുതിയതായിട്ട് ഓരോ പാറ്റേൺ ഡിസൈൻ ചെയ്ത് ചെയ്യുന്നതാണ്. എനിക്കില്ലാത്തൊരു ശീലമാണ് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്ന പാറ്റേൺസ് എഴുതി വെക്കുക എന്ന് പറയുന്നത്. പക്ഷേ റീസെൻ്റ്ലി 1-2 മാസമായിട്ട് ഈ ഒരു 2025 ഞാൻ എടുത്തൊരു റെസൊല്യൂഷനിൽ ഒന്നാണ് ഞാൻ എന്തായാലും ചെയ്യുന്നത്. ഞാൻ ഓരോ പുതിയ പാറ്റേൺസ് കണ്ടുപിടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ പാറ്റേൺസ് ഒരു ബുക്കിൽ എന്തായാലും എഴുതി വെക്കുന്നുള്ളത്. ആദ്യം റഫായിട്ട് എഴുതുകയാണെങ്കിലും അത് പിന്നീട് ഞാൻ കുറച്ചും കൂടി നീറ്റായിട്ടും കുറച്ചും കൂടി പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി മാറ്റം വരുത്തേണ്ടി വരും. പക്ഷേ സ്റ്റിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ എഴുതി വെക്കും എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഓർഡേഴ്സ് ഈ 2-3 മാസമായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഒന്നിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കി ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റും കൂടി ചെയ്യലും എല്ലാം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം കൂടി നടക്കുമ്പോൾ എല്ലാം കൊളാവും. കാരണം ഒരു ടൈമിന് എനിക്ക് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ പുതിയ പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നതും കോഴ്സ് ഡിസൈൻ ചെയ്യലും എല്ലാം നടക്കുന്നതുകൊണ്ട് ഈ ഒരു 2-3 മാസമായിട്ട് ഞാൻ അങ്ങനെ ഓർഡേഴ്സേ എടുക്കാറില്ല. ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പം ഞാൻ കുറേ പുതിയ പാറ്റേൺസൊക്കെ ചെയ്യാനും കഴിയും. പിന്നെ ക്ലാസ്സിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ റഫ്
റഫായിട്ട് എഴുതുകയാണെങ്കിലും കുറച്ച് പെർഫെക്ഷനിസ്റ്റാണ്. എനിക്കത് റെഡി ആവണം, എഴുതണത് ഭയങ്കര വൃത്തിയിൽ എഴുതണം. പിന്നെ ഈ എഴുതുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മക്കളും ക്രോഷ്യ ചെയ്യാറുണ്ട്, അപ്പോൾ അവർക്കും ഭാവിയിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ അത് എഴുതി വെക്കാതെ നിന്നാൽ അവർക്ക് പിന്നീട് ഒരു എൻ്റെ പാറ്റേൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവർക്ക് ചെയ്യാൻ ഒരു മാർഗ്ഗം ഇല്ലാതായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ പാറ്റേൺസും എനിക്ക് എൻ്റെ മൈൻഡിലുണ്ട്. പാറ്റേൺസ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ, ഒരു റൗണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയാം. പക്ഷേ എഴുതി വെച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ബാക്കിയുള്ളവർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ശീലം ഈ ഒരു വർഷം മുതൽ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ശീലമാണ്. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അതിന് വേണ്ടി ടൈം നന്നായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നല്ല ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. യൂഷ്വലി ഞാനൊരു ഡോൾ ചെയ്യുന്നതിലും കൂടുതൽ ടൈം എടുക്കും. നമ്മളത് എഴുതുമ്പോഴും എഴുതി അത് കറക്റ്റാണോ നോക്കി വീണ്ടും ഊരിയെടുക്കുക, വീണ്ടും ചെയ്യുക, അങ്ങനെ ഒരു റിപ്പീറ്റഡ് പ്രോസസ്സാണല്ലോ. ഡിസൈനിങ് നിറയെ നോർമലി ഒരു പാറ്റേൺ നോക്കി ചെയ്യുന്നതിലും ഇരട്ടി ടൈം എടുക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഞാനിങ്ങനെ എഴുതി വെക്കുന്ന വീണ്ടും തെറ്റും, വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇരിക്കും കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര വലിയൊരു ജോലിയായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇത്രയും സമയം പോയി എന്നൊക്കെ അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പം കസ്റ്റമേഴ്സ് ഓർഡേഴ്സ് എടുക്കാത്തതുകൊണ്ട് ഒരുപാട് പേര് അതിന് പരിഭവം പറയാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുറേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓർഡേഴ്സ് എടുക്കാത്തതും. എടുക്കുമ്പോൾ എനിക്ക് അവർക്ക് കൊടുക്കുന്നതും ഭയങ്കര പെർഫെക്ഷനിൽ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക്. അപ്പം വളരെ കുറച്ച് ഓർഡേഴ്സും വളരെ കുറച്ച് ലിമിറ്റഡ് പ്രൊഡക്ട്സാണ് ഞാൻ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന പ്രൊഡക്റ്റ് മാക്സിമം എൻജോയ് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് എടുത്തൊരു ഡെസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴും ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായിരിക്കും. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. ടൈമിന് തീർക്കാൻ കഴിയുമോ, അത് പെർഫെക്റ്റ് ആയോ, അതിൻ്റെ രാത്രിയൊക്കെ ഫുൾ ടൈം ഇരുന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വിഷയമല്ല. പക്ഷേ ടെൻഷൻ എനിക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ പാർട്ട് ആക്ച്വലി എനിക്കിപ്പോൾ കുറവാണ്. ഓർഡേഴ്സ് കുറച്ചായതുകൊണ്ട് ചെയ്യുന്നതിൽ കൂടുതൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പാറ്റേൺ ഡിസൈനിങ്ങിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇനി വെക്കേഷൻ ക്ലാസ്സസ് വെക്കുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ഇങ്ങനത്തെ ബണ്ണി മേക്കിങ്ങും ബെയർ മേക്കിങ്ങും അങ്ങനത്തെ ഡോൾസൊക്കെ ഉണ്ടാക്കുന്നത് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ഈ ഒരു വെക്കേഷനിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭാവിയിൽ അതിൻ്റെയൊക്കെ ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനും ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കണം. നേരിട്ട് പഠിപ്പിക്കുന്നതും ഓൺലൈനായിട്ട് പഠിക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. രണ്ടിൻ്റെതായ ബെനിഫിറ്റും അതുപോലെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. രണ്ടും ഞാൻ ഒന്നിനൊന്നും മെച്ചം എന്നൊന്നും പറയാറില്ല. നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ടാണ് ഓരോ ക്ലാസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. എനിവേസ് ഞാൻ പഠിപ്പിക്കുമ്പോഴും എല്ലാത്തിൻ്റെയും കാര്യത്തിലും മാക്സിമം നിങ്ങൾക്ക് കൺവേ ആവുന്ന രീതിയിൽ തന്നെ എല്ലാം ചെയ്യാൻ നോക്കാറുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അതുപോലെ അഡ്വാൻസ്ഡ് ക്ലാസ്സസ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നതും കുറേ കാലമായിട്ടുള്ള പ്ലാനിങ് ആണെങ്കിലും ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് റെഡിയായി വന്നത്. ഇൻഷാ അല്ലാഹ് ഈ വെക്കേഷനിൽ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ പാറ്റേൺ ഡിസൈനിങ് ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. ബണ്ണി എല്ലാ പാർട്സും ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ജോയിനിങ് മാത്രമേ ഉള്ളൂ. ജോയിനിങ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. അമിഗുരുമിയിലെ ഏറ്റവും ടഫസ്റ്റ് പാർട്ടാണ് ജോയിനിങ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് അത് മാറ്റി വെക്കും. ഭയങ്കര ഞാൻ പിന്നെ ആവട്ടെ എന്ന് മാറ്റി വെക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ജോയിനിങ് എന്ന് പറയുന്നത്. കാരണം നല്ല ടൈം എടുക്കും, അതുപോലെ തന്നെ നല്ല കോൺസെൻട്രേഷനും വേണം. എനിക്ക് സ്റ്റിച്ചസ് ചെയ്യാൻ ആക്ച്വലി ഇപ്പോൾ സ്റ്റിച്ചസ് ചെയ്യാൻ നോക്കണം എന്നൊരു നിർബന്ധമല്ല. എനിക്ക് നോക്കാതെയും വീഡിയോസ് കണ്ടിട്ടും പാട്ട് കേട്ടിട്ടും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയാലും മൈൻഡ് എൻഗേജ്ഡ് ആക്കിയിട്ടാണെങ്കിലും എനിക്ക് ഈ ഒരു ക്രോഷ്യ പാട്ട് കാണാതെ ചെയ്യാൻ കഴിയും. അത് ഓട്ടോമാറ്റിക്കലി അത് വരും. പക്ഷേ ജോയിനിങ് എന്ന് പറയുന്നത് അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഒരു ബാഗ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാഗിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യാനുണ്ട്. ഒരു ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് ചെയ്തൊരു ബാഗ് കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അക്രിലിക്കാണ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ചസ് കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഇന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നിങ്ങളിഷ്ടമുള്ള കളർ
കോമ്പിനേഷനിൽ ഇത് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ലിമിറ്റഡ് പ്രൊഡക്റ്റാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ അതിൽ പെട്ടതാണ് ഈ ഒരു ബാഗ് എന്ന് പറയുന്നതും. അപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ പ്രൊഡക്റ്റുകളുണ്ട്, അതും ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെയാണ് ഇനി എൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. ചെയ്യാൻ ആഗ്രഹമുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുക. ഓർഡർ കിട്ടുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ റിപ്പീറ്റഡ്ലി വീണ്ടും ചെയ്യുക. ഒന്നെന്നെ ഒരു 10 എണ്ണം 20 എണ്ണമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രൊഡക്റ്റിനോടൊരു മടുപ്പ് വരികയാണ്. അപ്പം അതിലും നല്ലത് ഞാൻ വിചാരിച്ചു വെറൈറ്റി പ്രൊഡക്ട്സ് ചെയ്യാം, അതിൻ്റെ ഏതെങ്കിലും കളർ കോമ്പിനേഷൻസ് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പം വലിയ മോളെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ അത് മോള് ക്ലാസ് കഴിഞ്ഞെത്തി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഫുൾ ടൈം അവരുടെ കൂടെ ആയിരുന്നു. അവർക്ക് ഫുഡ് ഇതാക്കാനും പിന്നെ അതുപോലെ നോമ്പായതുകൊണ്ട് നോമ്പിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ ഒരു റാറ്റിൽ ചെയ്യാനുണ്ട്. റാറ്റിലാണ് ലാമ റാറ്റിലാണ് ഞാൻ എൻ്റെ പേജിൽ തന്നെ കുറേ വട്ടം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും അതിന് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓഫ് വൈറ്റ് യാണാണ് ചെയ്യുന്നത്. ഇത് ഞാൻ കോണായിട്ട് വാങ്ങിയിട്ടുള്ളൊരു യാണാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിന് ഒരു റീലും ഇതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടൺ 4 പ്ലൈ ആണാണ് കേട്ടോ. കോട്ടൺ 4 പ്ലൈയുടെ ഒരു കേക്ക് ഷേപ്പിൽ വരുന്നൊരു യാണാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാണ് ലാമ റാറ്റിലൊക്കെ. പാറ്റേൺ എഴുതി വെച്ചത് കൊണ്ടുള്ളൊരു എനിക്കുള്ള ഭയങ്കര ഉപകാരം തരും. ഞാൻ പെട്ടെന്ന് പാറ്റേൺ നോക്കി ചെയ്ത് തീർക്കാൻ കഴിയും. നമ്മൾ മൈൻഡിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ലാമ റാറ്റിൽ ഈ ഒരു മീഡിയം സൈസാണോ മറ്റേ സൈസാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കി ഡയറക്റ്റ്ലി പാറ്റേൺ നോക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം ഈസിയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ക്ലാസ്സിന് വേണ്ടി ചെയ്ത ഡോൾസാണ് ഇത്. അഡ്വാൻസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ ബണ്ണി ഡോളും എലിഫൻറ്റ് ഡോളൊക്കെ. അപ്പോൾ അതിൻ്റെ ജോയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജോയിനിങ് ഭയങ്കര മടി പിടിച്ചൊരു കാര്യമാണ് എനിക്ക്. ഈ ഡോൾ മാത്രമല്ല കേട്ടോ, എൻ്റെ കല സൈഡിലുള്ള ഒരു ട്രേ ഫുൾ ഡോൾസ് ജോയിനിങ് ചെയ്യാൻ ഞാൻ മാറ്റി വെച്ചതാണ്. ഇൻഷാല്ലാ ഇതെല്ലാം ഒരു ദിവസം ഞാൻ ജോയിൻ ചെയ്തിട്ട് നിങ്ങളെ ജോയിനിങ് മാത്രമായിട്ട് കാണിക്കാം കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ. എനിവേസ് ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാറായി. നോമ്പ് തുറക്കാനും കാര്യങ്ങളൊക്കെ ടൈമായി തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ ഞാൻ കുട്ടികൾക്ക് മാത്രമായിട്ട് എൻ്റെ കുട്ടികൾക്ക് മാത്രമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കുറച്ച് പാറ്റേൺസ്. അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പാറ്റേൺസ് ഏതാ? സിമ്പിൾ പാറ്റേൺസ് ആണ്. എൻ്റെ മക്കളും പഠിച്ചു വരുന്നുള്ളൂ, അവരും എക്സ്പേർട്ട് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാറ്റേൺസ് പറയാം കേട്ടോ. ഫുൾ ടൈം എൻ്റെ സൈഡിൽ ഇവരും ഉണ്ടാവും ഓരോ യാണ് പിടിച്ചിട്ട്. ഓക്കെ, ബൈ.